മലയാള സിനിമയിലെ യുവനടിമാർ അല്ലെങ്കിൽ സിനിമയിലേക്ക് അഭിനയിക്കാനെത്തുന്നവർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെതിരെ പലതരത്തിലുള്ള ചൂഷണങ്ങളും നടക്കുന്നുവെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി. ഇതുവരെ അമ്മയോ AMMയോ മലയാളത്തിലെ പ്രമുഖ നടന്മാരോ മിണ്ടാൻ തയ്യാറായിട്ടില്ല. അവരിപ്പോഴും മൗനത്തിലാണ്. ഈ മൗനം എന്താണ് തെളിയിക്കുന്നത്? ഈ മൗനം തെളിയിക്കുന്നത് കൃത്യമായിട്ട് ഈ ഒരു സംഭവത്തിന് കാതലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. അത് പല പ്രമുഖന്മാരും ഇതില് പേര് വെളിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മൗനം വെടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനിക്കെതിരെ ആകൂ അല്ലെങ്കിൽ ഇപ്പുറത്ത് തനിക്കെതിരെ ആകൂ എന്നുള്ളൊരു പേടി കൂടിയും ഇവർക്ക് കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും? സൂപ്പർ താരങ്ങളെല്ലാം യുവ സൂപ്പർ താരങ്ങളെയും നമ്മൾ പറയേണ്ടി വരും. അങ്ങനെയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടിയ ചാൻസ് എല്ലാവരും മുതലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതില് ഞാൻ സെക്ഷൽ ഹറാസ്മെന്റ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അത് കഴിഞ്ഞു പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കൊരു പോയിന്റ് കൂടി പറയാം. ഇപ്പൊ WCCയുടെ ഫേസ്ബുക്ക് പേജ് ഇന്നലെ അവരുടെ മുൻ അംഗം, സ്ഥാപക അംഗം, അത് മഞ്ജു വാര്യറെ പരാമർശിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. മഞ്ജു വാര്യർ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കമ്മീഷന്റെ മുന്നിൽ പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. മഞ്ജു വാര്യരെ പോലുള്ള ഒരാൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവപ്പെടാത്ത കാലത്തോളം അവർക്ക് അത് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് WCC ആ ഷെയർ ചെയ്തിട്ട് പറഞ്ഞത് ഇതിലെന്തില്ല, മഞ്ജു വാര്യരെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ആ കുറിപ്പ്. അതിൽ ഞാൻ പറയുന്നത് വെച്ചാല് ഇപ്പൊ മഞ്ജു വാര്യർ അല്ലെങ്കിൽ പാർവതി ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അവർ കുറച്ചുകൂടി ബോൾഡാണ്. അതെ, കാര്യങ്ങൾ തുറന്ന് പറയുന്നതാണ്, ഓപ്പൺ ആയിട്ട് പറയുന്നവരാണ്. അപ്പൊ അവർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇല്ലാത്തത്തോളം കാലം പിന്നെ അവരെങ്ങനെ അനുഭവങ്ങൾ പറയാം? അപ്പൊ അതിന് വേറൊരു രീതിയിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, സെക്ഷൽ ഹരാസ്മെന്റും ഇത്ര അസോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ദിലീപ് എന്ന് പറയുന്ന നടൻ ചിത്രത്തിൽ വരേണ്ടതാണ്. പക്ഷെ ദിലീപിന്റെ ഒരു ഇഷ്യൂ ബേസിലാണല്ലോ നടി എന്ന് പറയുന്ന ഒരു കോടതിയുടെ മുന്നിലുള്ള വിഷയമാണ്. അല്ല, ഞാൻ പറയുന്ന ആ ഒരു ഇഷ്യൂ ബേസിലേക്ക് ദിലീപ് എന്ന് പറയുന്ന ആൾ ഇപ്പൊ ചിത്രത്തിലേ വരുന്നില്ല. ഇപ്പൊ വേറൊരു രീതിയിലേക്കാണ് പോയി. ആ വിഷയത്തില് ദിലീപ് കോടതിയുടെ മുന്നിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ചർച്ച ചെയ്യണം. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഞാൻ പറയട്ടെ, ഇത് പല പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പൊളിറ്റിക്കൽ മുതലെടുപ്പ് നടക്കുന്ന ഇതില് ഞാൻ പറഞ്ഞത് ഗണേഷ് കുമാറിനെതിരെ അത് കോൺഗ്രസിന്റെ ഒരു ഭാഗം വലിയ രീതിയിൽ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലായി കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യാതെ ഇതെല്ലാവരും ഒരുമിച്ചിരുന്ന് നിയമസഭയിലൊക്കെ ഇത് വളരെ കൃത്യമായി ഇതിപ്പോ KP ഗണേഷ് കുമാർ UDFന്റെ കൂടെ ആണെങ്കിൽ രാഹുലിന് പറയാൻ പറ്റില്ല. അതൊക്കെ തന്നെ തിരിച്ച് പ്രതിപക്ഷം DYFനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറിനെ പറയാനും പറ്റില്ല. കാരണം നമ്മൾ ഇതിന്റെ പൊളിറ്റിക്സ് അല്ല അത് ചർച്ച ചെയ്യേണ്ടത്. എന്റെ ചോദ്യം ചെയ്യാൻ മലയാള സിനിമ എന്നല്ല, ഏത് സിനിമയായാലും ആ മേഖലയിലൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ടാവും. സിനിമ മാത്രമല്ല കേട്ടോ, എല്ലാ മേഖലയിലും. സിനിമ മാത്രമല്ല, അതിലിപ്പോ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു റിപ്പോർട്ട് വെച്ചിട്ട് എല്ലാ മേഖലയിലും വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരും. ഇതൊക്കെ ഈ മാധ്യമങ്ങള് വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോ മാധ്യമങ്ങളുടെ ഒരു ബേസ് വെച്ച് നോക്കുമ്പോ സ്ത്രീ സുരക്ഷയാണോ? അല്ല, അത് ഈ ചാനലുകളെ കുറിച്ചിട്ടൊക്കെ ശരിക്കും കുറിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരു കമ്മീഷൻ ചാനലിലെ സ്ത്രീ ജീവനക്കാരെ കുറിച്ചിട്ടും പുതിയ ജീവനക്കാർക്കൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ പല പ്രമാണിമാരും അതിൽ കുടുങ്ങും. അപ്പൊ നമ്മള് അപ്പൊ ഈ പറയുന്ന ആളുകളൊക്കെ മിണ്ടാട്ടം മുട്ടിയിരിക്കേണ്ടി വരും. അപ്പൊ ഈ ചർച്ച കിടന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ആളുകൾ. പക്ഷേ ഈ സാഹചര്യത്തില് എന്തുകൊണ്ടാണ് AMMയുടെ ആളുകള് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടി വേണമെന്ന് അവരൊരു പ്രസ്താവന ഇറക്കാത്തത്? അതാണ് ചോദ്യം. പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ. കാരണം 232 പേജില്ലേ. അപ്പൊ 232 പേജും ഒരു ദിവസം എടുത്ത് പഠിക്കണം. ഒരു ദിവസം എടുത്തിട്ട് പഠിച്ചിട്ടാണ് അവര് അത് പഠിച്ചതിന് ശേഷം അവരൊരു ഞാൻ പറയുന്ന വെച്ചാല് ഇതൊരു ഉപസമിതി ഉണ്ടാക്കിയിട്ട് AMMയുടെ ഒരു ഉപസമിതി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇതിനെതിരെ പഠിച്ചു. ഞങ്ങൾ പറയുന്നു താരസംഘടന എന്നുള്ള 536 അംഗങ്ങളുള്ള ഞങ്ങൾ താരസംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറയുകയാണ്. ഇന്ന് സിനിമ ചെയ്യണമെങ്കിൽ
ആണെങ്കിൽ സിനിമാ മേഖലയിൽ ഇന്ന കാര്യങ്ങൾ വേണം, ഇതിനുള്ള അമ്യൂണിറ്റീസ് വേണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവണം, സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംഭവം ഒരു യുവ നടൻ പോലും വേണ്ടിയിട്ടില്ല. ഞാൻ പറയട്ടെ, ആസിഫ് അലി പ്രതീക്ഷിച്ചു, പൃഥ്വിരാജ് പ്രതീക്ഷിച്ചു, പൃഥ്വിരാജിൽ നിന്ന് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചു എന്തെങ്കിലും ഒന്ന് പറയുമെന്ന്. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പേടിയുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എല്ലാവർക്കും പേടിയുണ്ടാവും, എന്തേലൊക്കെ പേടിയുണ്ടാവും. കാരണം ഇത് വെറും സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ല, തൊഴിലെടുത്തുനിന്ന് മാറ്റി നിർത്തുക, അവരുടെ അവസരങ്ങൾ നിഷേധിക്കുക, ഈ രീതിയിലേക്കുള്ള പല തരത്തിലുള്ള ഇടപെടലുകളും. കാരണം പൃഥ്വിരാജിനൊക്കെ അതേപോലെ തൊഴിലെടുത്തുനിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പൃഥ്വിരാജ് ഇതേപോലെ പ്രതികരിച്ചതിന്റെ പേരിൽ, വൻമരങ്ങൾക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട. പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇവരൊക്കെ പ്രതികരിക്കണം, എല്ലാരും പ്രതികരിക്കണം. അത് പൃഥ്വിരാജ് എന്നല്ല, എല്ലാവരും. മലയാള സിനിമയിൽ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ താരങ്ങളും ഇതിൽ പ്രതികരിക്കണ്ടേ? ജയസൂര്യ ആയിക്കഴിഞ്ഞാലും ആരൊക്കെയാണ് അവരൊക്കെ ഈ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം. എങ്കിൽ മാത്രമാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അത് പുറത്തുവിടണമെന്നും അതിൽ നടപടികൾ എടുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടാൻ AMMA യും അതുപോലെ മലയാളത്തിലെ എല്ലാ നടന്മാരും തയ്യാറാകണം.